ഇന്ന് രാവിലെ അപ്പം ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ എന്ന് വെച്ചാൽ പതിവിലും നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി ഒരു 7 മണിക്കൊക്കെയാണ് എണീക്കാറ്. അതിനും നേരത്തെ ഒരു 6:30ക്കൊക്കെ ഇന്ന് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ പണി ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ വിളിച്ചത് തന്നെ. അമ്മേനെ ആണെങ്കിൽ വിളിക്കാനും പറ്റില്ല, അമ്മ ജോലിക്ക് 8 മണിക്ക് പോലോ, അപ്പം അതിൻ്റെ ബിസി ആയിരിക്കും കേട്ടോ അമ്മ. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഈ പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യാറ്. ഇന്നപ്പം ഞാൻ നേരത്തെ എണീറ്റുകൊണ്ട് എന്നെ വിളിച്ച പണി കഴിഞ്ഞുകൊണ്ട് തന്നെ ബാക്കി ടൈം നമുക്ക് കിട്ടൂലോ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ടിരുന്നു. ഇതാണെങ്കിൽ നമ്മൾ ഇന്നലെ വാങ്ങി വെച്ച വെജിറ്റബിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ കഴുകി ഒരു പാത്രത്തിലാക്കി വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് വാന്ന് കിട്ടിയപ്പോൾ ഒരു പാത്രത്തിലാക്കി നമ്മളിതാ ഫ്രിഡ്ജിൽ കയറ്റാണ്. ഇതെല്ലാം അമ്മയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എണീറ്റുകൊണ്ട് ഞാൻ ഏറ്റെടുത്തുട്ട് ഈ പണിക്ക്. ഇന്ന് എൻ്റെ മുടിയൊന്നും ഇരിക്കണത് ആരും ശ്രദ്ധിക്കണ്ട, ഇത് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അങ്ങനെ ഇരിക്കണതാണ്. അതാണ്, ഞാൻ മുടിയൊന്നും അഴിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ എല്ലാ വീട്ടിലും ജോലിക്കാരുള്ള അമ്മമാരുടെ മക്കൾ ചെയ്യണ സ്ഥിരം പണിയാവില്ലേ. എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. മുന്നേ ഞാനും ചേച്ചിയുമാണ് ഇത് ചെയ്യാറുണ്ടായിരുന്നത്. അവൾ കുറച്ച് ചെയ്യും, ഞാൻ കുറച്ച് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി, ഇപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് റെസ്റ്റ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യാറ്. അമ്മയ്ക്കുള്ള ഫുഡൊക്കെ ആക്കി വെക്കലാണ് കേട്ടോ. അമ്മയുടെ ബാഗിലാക്കി സെറ്റാക്കി വെക്കും. പിന്നെ അമ്മയ്ക്ക് കുടിക്കാനുള്ള ഒരു ഗ്ലാസ് ചായ അതും വെക്കും. അമ്മയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പല്ലേക്കാനായിട്ട് നിന്നു. പിന്നെ ഈ ചെയ്യണ പണി അമ്മ തന്നെയാണ് ചെയ്യാറ്. അപ്പം ഇന്ന് ഞാൻ നേരത്തെ എണീറ്റു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാനാണിപ്പോൾ നൂലപ്പം അമ്മ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പാത്രത്തേക്ക് ആക്കല്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ അടിയിൽ ഒട്ടി പിടിച്ചിട്ടാവും ഇരിക്കണുണ്ടായിരുന്നെന്ന്. അല്ല കേട്ടോ, ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ തട്ടിടാനായിട്ട്. ഇന്നിപ്പോൾ നൂലപ്പം ഉണ്ടാക്കിയത് തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു വിട്ടു, അരിപ്പൊടി ഉണ്ടെങ്കിൽ നാളെ നമുക്ക് നൂലപ്പം മുട്ടക്കറി ആക്കിയാലോ എന്ന്. മുട്ടക്കറി എന്ന് വെച്ചാൽ മുട്ട റോസ്റ്റ് ആക്കിയാലോ എന്ന്. അപ്പോൾ അമ്മ ഒന്നും മിണ്ടിയില്ല കേട്ടോ, ചിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് വന്ന് നോക്കിയപ്പോൾ അമ്മ മുട്ടയൊക്കെ പുഴുങ്ങിയത് അവിടെ ഇരിക്കണു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇന്ന് നൂലപ്പവും മുട്ടക്കറി. എൻ്റെ ഇപ്പോൾ പല്ലേക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കഴിക്കാനെന്ന് വിചാരിച്ചു കേട്ടോ. ദേവേച്ചാണെങ്കിൽ ഇപ്പോൾ നേരം കുറച്ച് വൈകിട്ടാണ് എണീക്കാറ്. അവളാണെങ്കിൽ വൈകുന്നേരം വളരെ വൈകിട്ടാണ് കേട്ടോ ഉറങ്ങാറുള്ളത്. അവൾക്ക് ഇങ്ങനെ ഉറക്കം ശരിക്കും കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പല്ലേപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിക്കാനായിട്ടിരുന്നു. അവളെ വെയിറ്റ് ചെയ്താൽ എനിക്ക് വിശപ്പ് കൂടും. ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കുറച്ച്, അതുകൊണ്ട് ഞാൻ കഴിക്കാനായിട്ടിരുന്നു. അപ്പോഴേക്കും അവൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവളവിടെ പല്ലേക്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി അവൾ അത് കഴിഞ്ഞിട്ട് അവൾ ഫുഡ് കഴിക്കും. സാധാരണ ഇവിടെ നൂലപ്പം പാലാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.